ലോ അക്കാദമി പ്രിൻസിപ്പലിനെ മാറ്റണമെന്ന വിദ്യാർത്ഥികളുടെ ആവശ്യം സർക്കാർ മുഖവിലക്കെടുക്കുന്നു എന്ന് വിദ്യാഭ്യാസ മന്ത്രി. വിദ്യാർത്ഥികളുടെ ആവശ്യം സർക്കാർ പരിഗണിക്കും, അനുഭാവപൂർവ്വം തന്നെ പരിഗണിക്കും. സർവകലാശാലയുടെ റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ നടപടി ഉണ്ടാകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. ഏറെ നാളായി തുടരുന്ന സമരത്തിനൊടുവിൽ ഇന്ന് നടന്ന ചർച്ചയ്ക്ക് ശേഷമാണ് വിദ്യാഭ്യാസ മന്ത്രി ഇക്കാര്യത്തിൽ പ്രതികരിച്ചത്. പ്രിൻസിപ്പലിനെ മാറ്റണമെന്ന നിലപാടാണ് വിദ്യാർത്ഥി സംഘടനകൾ ചർച്ചയിൽ സ്വീകരിച്ചത്. ഇതിനുശേഷമാണ് വിദ്യാഭ്യാസ മന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. CPIM ബന്ധുത്വത്തിന്റെ പേരിൽ ലോ അക്കാദമി സമരത്തിൽ നിലപാടെടുക്കില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. സമരത്തിൽ BJPക്ക് രാഷ്ട്രീയ താല്പര്യമാണുള്ളതെന്നും VS അച്യുതാനന്ദൻ ലോ അക്കാദമിയിൽ പോയതിൽ തെറ്റില്ലെന്നും കോടിയേരി തൃശ്ശൂരിൽ പറഞ്ഞു. CPM ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടില്ല. ഏതെങ്കിലും ആളുമായിട്ട് വ്യക്തിപരമായ ബന്ധമുണ്ടോ കുടുംബ ബന്ധമുണ്ടോ നോക്കിയിട്ടൊന്നുമല്ല ഒരു പ്രശ്നത്തിൽ CPM നിലപാട് സ്വീകരിക്കുന്നത്. അത് സംബന്ധിച്ചിട്ടുള്ള പാർട്ടി എന്നുള്ള നിലയിൽ നടത്തുന്നൊരു സമരമല്ല ഇവിടെ. വിദ്യാർത്ഥി സംഘടനകൾ നടത്തുന്ന സമരമാണ്. ആ വിദ്യാർത്ഥി സംഘടനകൾ നടത്തുന്ന സമരത്തെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പിൻ്റെ ഒരു സമരമാക്കി മാറ്റാൻ പാടില്ല. അക്കാര്യത്തിൽ CPM ജാഗ്രത പാലിക്കും. ലോ അക്കാദമി പ്രിൻസിപ്പലിനെ മാറ്റണമെന്ന അഭിപ്രായമാണ് വിദ്യാർത്ഥികൾ ചർച്ചയിൽ ഉന്നയിച്ചത്. വിദ്യാർത്ഥി സംഘടനകളും വിദ്യാഭ്യാസ മന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം വിദ്യാഭ്യാസ മന്ത്രി ഇത് സംബന്ധിച്ച് പ്രതികരിക്കുകയും ചെയ്തു. സർക്കാരുടെ ആവശ്യത്തെ മുഖവിലക്കെടുക്കുന്നു എന്നും അഭിപ്രായത്തെ മുഖവിലക്കെടുക്കുന്നു എന്നും വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ജീവൻ കുമാർ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ജീവൻ, ചർച്ചയിൽ എന്തൊക്കെയാണ് തീരുമാനമായത്? എന്തൊക്കെയാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്? 14 ദിവസം പിന്നിടുന്ന വിദ്യാർത്ഥി ലോ അക്കാദമി വിദ്യാർത്ഥി സമരത്തിന്റെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ചർച്ചയ്ക്ക് സർക്കാർ സമരക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറായത്. പ്രധാനപ്പെട്ട എല്ലാ വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാരും വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്തു. പ്രധാനമായും ചർച്ചയിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളും മുന്നോട്ട് വെച്ചൊരു പ്രധാനപ്പെട്ട ആവശ്യം ലോ അക്കാദമി ലോ കോളേജിന്റെ പ്രിൻസിപ്പൽ ലക്ഷ്മി നായരെ മാറ്റണമെന്ന് തന്നെയാണ്. പ്രിൻസിപ്പൽ രാജിവെക്കണമെന്ന വിദ്യാർത്ഥികളുടെ അഭിപ്രായത്തെ സർക്കാർ മുഖവിലേക്ക് എടുക്കുന്നു എന്ന് അതിനുശേഷം മാധ്യമപ്രവർത്തകരെ കണ്ട വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. കൂടാതെ ഇന്റേണൽ അസസ്മെന്റിന്റെ പേരിൽ സംസ്ഥാന വ്യാപകമായി തന്നെ വലിയ പീഡനങ്ങൾ നടക്കുന്നതായി പരാതികൾ സർക്കാരിന്റെ മുന്നിൽ വന്നിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ ഒരു സംസ്ഥാന അടിസ്ഥാനത്തിൽ ഇന്റേണൽ അസസ്മെന്റുകൾ മോണിറ്റർ ചെയ്യുന്നതിനായി ഒരു ഓംബുഡ്സ്മാനെ നിയമിക്കണം എന്ന ആവശ്യം വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ട് വെച്ചു. ഇത് സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കും. ഏത് തരത്തിലാണ് ഇതിന്റെ ഈ ഓംബുഡ്സ്മാന്റെ നിയമനം നടത്തേണ്ടത് എന്ന് സർക്കാർ ഗൗരവമായി ആലോചിക്കും. വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങൾ മുഖവിലേക്കെടുത്ത് മാത്രമേ സർക്കാർ മുന്നോട്ട് പോവുകയുള്ളൂ. ഉയർന്നു വന്ന എല്ലാ അഭിപ്രായങ്ങളും പരിശോധിക്കും. അത് ലോ അക്കാദമി ലോ കോളേജുമായി ബന്ധപ്പെട്ട് ഭൂമിയുമായി ബന്ധപ്പെട്ട് വന്ന വിഷയങ്ങളാണെങ്കിലും ഇന്റേണൽ അസസ്മെന്റുമായി ബന്ധപ്പെട്ട് വന്ന വിഷയങ്ങളാണെങ്കിലും അങ്ങനെ സമഗ്രമായ എല്ലാ വിഷയങ്ങളും പരിഗണിക്കും എന്ന് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. ഇനി വേണ്ടത്, ഇപ്പോൾ വിദ്യാർത്ഥികളുടെ ഭാഗമാണ് കേട്ടത്, അതുകൊണ്ട് ഇനി അറിയേണ്ടത് ഈ കോളേജുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റിക്ക് എന്താണ് പറയാനുള്ളത്. അതിന് യൂണിവേഴ്സിറ്റി ഇപ്പോൾ നിലവിൽ ഒരു 8 അംഗ ഉപസമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ആ സമിതിയുടെ റിപ്പോർട്ട് അടിയന്തരമായി തന്നെ തേടാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അത് വളരെ വേഗം തന്നെ ലഭിക്കുന്ന മുറയ്ക്ക് വളരെ വേഗം തന്നെ തീരുമാനമെടുക്കും എന്നതാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. അതിനുശേഷം വാർത്താ മാധ്യമങ്ങളെ കണ്ട SFI അടക്കമുള്ള സംഘടനകൾ സർക്കാർ ഈ കാര്യത്തിൽ അനുഭാവപൂർവ്വം പരിഗണിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് ലഭിച്ചതായി പറഞ്ഞു. പക്ഷേ കൃത്യമായ ഒരു ഉറപ്പ് വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാത്ത പശ്ചാത്തലത്തിൽ എന്തായാലും ഇപ്പോൾ സമരം അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നതാണ് SFI, KSU, MSF അടക്കമുള്ള സംഘടനകൾ മുൻപോട്ട് വെക്കുന്ന ഒരു കാര്യം. ABVP ചർച്ചയിൽ നിന്നും ഇറങ്ങിപ്പോവുകയും ചെയ്തു. അജിംഷാ. ശരി, ജീവൻ കുമാറാണ് വിവരങ്ങൾ നൽകിയത്. യൂണിവേഴ്സിറ്റി ഉപസമിതിയുടെ റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. ലോ അക്കാദമിയിലെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുമായി സർക്കാർ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് വിദ്യാഭ്യാസ മന്ത്രി ഇത്തരത്തിൽ പ്രതികരിച്ചത്. ഇതിന്റെ വിവരങ്ങളാണ് ജീവൻ കുമാർ നൽകിയത്. ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ ലോ അക്കാദമിയിൽ സമരം തുടരുമെന്ന് SFI അറിയിച്ചു. മറ്റു തരത്തിൽ വരുന്ന വാർത്തകൾ സമരത്തിന്റെ നിറം കെടുത്താൻ ഉദ്ദേശിച്ചുള്ളതാണെന്നും SFI. പ്രിൻസിപ്പൽ സ്ഥാനത്ത് ലക്ഷ്മി നായർ തുടരുന്നതിൽ വിദ്യാർത്ഥികൾക്ക് താല്പര്യമില്ലെന്നും SFI വ്യക്തമാക്കി. വിദ്യാർത്ഥികൾക്ക് ആവശ്യമില്ലാത്ത വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന, വിദ്യാർത്ഥികളെ മാനസികമായി പീഡിപ്പിക്കുന്ന ഒരു അധ്യാപികയെ ഈ ക്യാമ്പസിന് വേണ്ട എന്ന നിലപാട് തന്നെയാണ് SFIക്കുള്ളത്. അതിനകത്ത് ഒരു മാറ്റം. ഇനി വരും ദിവസങ്ങൾക്കകത്ത് വിദ്യാർത്ഥികളെയും പൊതുജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട്, ബഹുഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥികളെയും പൊതുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ശക്തമായ പ്രതിഷേധ പരിപാടികൾക്കകത്ത്
ഒരുപക്ഷെ ഈ പേരൂർക്കടയെ തന്നെ പേരൂർക്കടയ്ക്ക് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ വിദ്യാർത്ഥി ശക്തി കൊണ്ട്, വിദ്യാർത്ഥികളുടെ ബലം കൊണ്ട് ഈ സമരത്തെ വിജയിപ്പിക്കുന്ന രീതിയിലേക്ക് ആർജവത്തോടെ തന്നെ SFI സമരം ഏറ്റെടുത്ത് ഇതിനൊരു തീരുമാനമുണ്ടാകാത്ത പക്ഷം വരെ, അതിന് നിലപാടുണ്ടാകുന്നതുവരെ, കൃത്യമായി നടപടികൾ പരിഹരിക്കുന്നതുവരെ SFI സമരവുമായി മുന്നോട്ട് പോകും. വാർത്തകളിലേക്ക്. പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഗായകൻ KJ യേശുദാസിന് പത്മവിഭൂഷൺ, ഹോക്കി ടീം ക്യാപ്റ്റൻ PR ശ്രീജേഷ്, ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ, പാറശാല പൊന്നമ്മാൾ തുടങ്ങി 5 മലയാളികൾക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. NCP നേതാവ് ശരത് പവാർ, BJP നേതാവ് മുരളി മനോഹർ ജോഷി, അന്തരിച്ച ലോക്സഭാ സ്പീക്കർ PA സാക്മ എന്നിവർക്കും പത്മവിഭൂഷൺ ലഭിച്ചു. പരമോന്നത പുരസ്കാരങ്ങളായ പത്മ അവാർഡുകൾക്ക് ഗാനഗന്ധർവൻ KJ യേശുദാസ് അടക്കം 6 മലയാളികൾ അർഹരായി. പത്മശ്രീയും പത്മഭൂഷണും നൽകി രാജ്യം ആദരിച്ച KJ യേശുദാസിനെ ഇത്തവണ തേടിയെത്തിയത് പത്മവിഭൂഷൺ. NCP നേതാവ് ശരത് പവാർ, BJP മുതിർന്ന നേതാവ് മുരളി മനോഹർ ജോഷി എന്നിവർക്കും മരണാനന്തര ബഹുമതിയായി മുൻ ലോക്സഭാ സ്പീക്കർ PA സാക്മയ്ക്കും പത്മവിഭൂഷൺ പ്രഖ്യാപിച്ചു. തമിഴ് എഴുത്തുകാരനും രാഷ്ട്രീയ വിമർശകനുമായിരുന്ന ചോ രാമസ്വാമിക്ക് മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ സമ്മാനിക്കും. 5 മലയാളികളടക്കം 75 പേർക്കാണ് പത്മശ്രീ പുരസ്കാരങ്ങൾ. കലാരംഗത്ത് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ, പാറശാല B പൊന്നമ്മാൾ എന്നിവർക്ക് പത്മശ്രീ നൽകി ആദരിക്കും. സാഹിത്യ മേഖലയിൽ നിന്നും അക്കിത്തം അച്യുതൻ നമ്പൂതിരി പത്മശ്രീക്ക് അർഹനായപ്പോൾ അയോധന കലയിലെ സംഭാവനകൾ പരിഗണിച്ച് കൾഡികുഴുക്കൾ മീനാക്ഷി അമ്മയ്ക്കും പത്മശ്രീ. കായിക രംഗത്ത് മലയാളികളുടെ അഭിമാനമായ ഇന്ത്യൻ ഹോക്കി ടീം ക്യാപ്റ്റൻ PR ശ്രീജേഷിനും പത്മശ്രീ ലഭിച്ചു. ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ വിരാട് കോഹ്ലി, അന്തർഡേ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ശേഖർ നായിക്, ഒളിമ്പിക്സ് മെഡൽ ജേതാവ് സാക്ഷി മാലിക്, ജിംനാസ്റ്റിക് താരം ദീപ കർമാക്കർ തുടങ്ങിയവർക്കും പത്മശ്രീ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. അതേസമയം ഭാരതരത്ന പുരസ്കാരം ഇത്തവണ ആർക്കുമില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. പത്മശ്രീ ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് ഗുരു ചേമഞ്ചേരി പീപ്പിൾ TVയോട് പറഞ്ഞു. ഞങ്ങളെല്ലാം ചെയ്യുന്നത് നിങ്ങളെ ജനങ്ങളുടെ ഒരു ഗുരുനാഥന്മാർ തന്ന വിദ്യ നമ്മൾ ചെയ്യുന്നു. ദൈവം നമുക്ക് ഒരു സന്തോഷമായതുകൊണ്ട് ഗുരുനാഥന്മാരോടും നമ്മുടെ നാട്ടുകാരോട് തന്നെ പഞ്ചായത്ത് എല്ലാവരും കൂടിയിട്ട് എല്ലാവർക്കും ആഗ്രഹമുള്ളതാണ്. എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്. ഈശ്വരന്മാരോട് പ്രാർത്ഥിക്കുന്നു. അവരൊക്കെ എന്നെ കൊണ്ടുണ്ടായത് എനിക്ക് നല്ലത് സന്തോഷമായിരുന്നു. 67ാം റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകൾക്ക് രാജ്യം ഒരുങ്ങി. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ നഹ്യാനാണ് റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യാതിഥി. അതേസമയം വ്യാജ തിരിച്ചറിയൽ രേഖകളിൽ പാക് ഭീകരർ ഇന്ത്യയിലേക്ക് കടന്നിട്ടുണ്ടെന്ന് രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പഴുതടച്ച സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് ദില്ലി ADGP കൂടിയായ മുകേഷ് കുമാർ മീണ പീപ്പിൾ TVയോട് പറഞ്ഞു. കനത്ത സുരക്ഷയിലും ഗതാഗത ക്രമീകരണത്തിലും റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകൾക്കായി രാജ്യതലസ്ഥാനം ഒരുങ്ങിക്കഴിഞ്ഞു. അബുദാബി കിരീടാവകാശിയും UAE ഉപസർവ്വ സൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ നഹ്യയാണ് മുഖ്യാതിഥി. ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ UAE സൈനികരും അണിനിരക്കും. ആദ്യമായാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ അറബ് രാജ്യത്തിന്റെ സൈന്യം പങ്കെടുക്കുന്നത്. അതേസമയം അഫ്ഗാൻ തിരിച്ചറിയൽ രേഖകളുമായി പാക് തീവ്രവാദികൾ ഇന്ത്യയിലേക്ക് എത്തിയേക്കാൻ സാധ്യതയുണ്ടെന്ന രഹസ്യാന്വേഷണ മുന്നറിയിപ്പിൽ സുരക്ഷ ശക്തമാക്കിയെന്ന് ADGP മനീഷ് കുമാർ മീന പീപ്പിൾ TVയോട് പറഞ്ഞു. As well as this whole area is sealed, there is multi-layer security, and each border of New Delhi area we have deployed manpower and they will check each and everybody. അതിനിടയിൽ കേരളത്തിന്റെ നിശ്ചല ദൃശ്യം ഇത്തവണത്തെ പരേഡിലും ഉണ്ടാകില്ല. സംസ്ഥാനം സമർപ്പിച്ച ആശയം കേന്ദ്രം തള്ളിയതോടെയാണ് കേരളത്തിന്റെ നിശ്ചല ദൃശ്യം പരേഡിൽ നിന്ന് ഒഴിവായത്. ഇത്തവണത്തെ നാവികസേനാ പരേഡ് തലശ്ശേരി സ്വദേശി ലഫ്റ്റനന്റ് കമാൻഡർ അപർണ നായരും വ്യോമസേന സംഘത്തെ പാലക്കാട് സ്വദേശി ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് ദൃശ്യനാഥും നയിക്കും. 67ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിനായി രാജ്പഥ് ഒരുങ്ങിക്കഴിഞ്ഞു. ഭീകരാക്രമണ സാധ്യതയുണ്ടെന്ന രഹസ്യാന്വേഷണ മുന്നറിയിപ്പിൽ പഴുതടച്ച സുരക്ഷയിലാണ് രാജ്യം. ക്യാമറാമാൻ ഗോപി കടവല്ലൂരിനൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. 192 പേരാണ് വിശിഷ്ട സേവനത്തിനുള്ള പോലീസ് മെഡലിന് അർഹരായത്. നെടുമങ്ങാട് DYSP ES ബിജുമോൻ വിശിഷ്ട സേവനത്തിലുള്ള മെഡലിന് അർഹനായി. സൈബർ കുറ്റാന്വേഷണത്തിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള ബിജുമോൻ കേരള പോലീസ് ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഹൈടെക് സെല്ലിന്റെ ചുമതലയും നിർവഹിച്ചു വരികയാണ്. വാർത്തകളിലേക്ക്. മറ്റക്കര ടോംസ് കോളേജിൽ വിദ്യാർത്ഥികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വനിതാ കമ്മീഷൻ അംഗം തെളിവെടുപ്പ് നടത്തി. കോളേജിനെതിരെ വിദ്യാർത്ഥികൾ ഉന്നയിച്ചത് ഗുരുതരമായ ആരോപണമാണെന്നും അന്വേഷണ റിപ്പോർട്ട് 4 ദിവസങ്ങൾക്കുള്ളിൽ സർക്കാരിന് സമർപ്പിക്കുമെന്നും കമ്മീഷൻ അംഗം ഡോക്ടർ J പ്രമീളാദേവി പറഞ്ഞു. രാവിലെ 10-ന് ആരംഭിച്ച തെളിവെടുപ്പ് ഉച്ചയ്ക്ക് 12-നാണ് അവസാനിച്ചത്. അതേസമയം നേരത്തെ സാങ്കേതിക സർവകലാശാല രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തെ തുടർന്ന് കോളേജിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്.
സംസ്ഥാന വനിതാ കമ്മീഷൻ ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് വനിതാ കമ്മീഷൻ അംഗം ഡോക്ടർ ജെ പ്രമീളാദേവി മറ്റക്കര ടോംസ് കോളേജിലും ഹോസ്റ്റലിലും എത്തി തെളിവെടുപ്പ് നടത്തിയത്. തങ്ങൾക്ക് നേരിടേണ്ടി വന്ന മാനസിക പീഡനങ്ങളെക്കുറിച്ച് ടോംസ് കോളേജിലെ 50ഓളം വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും മൊഴി നൽകി. അരക്ഷിതമായ സാഹചര്യത്തിൽ ഇനി കുട്ടികളെ പഠിപ്പിക്കാൻ താല്പര്യമില്ലെന്നും കോളേജ് ഉടമ ടോം ടി ജോസഫിന്റെ ഭാര്യ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്നതായും രക്ഷിതാക്കൾ വനിതാ കമ്മീഷൻ അംഗത്തോട് പറഞ്ഞു. കോളേജിനെതിരെ വിദ്യാർത്ഥികൾ ഉന്നയിച്ചത് ഗുരുതരമായ ആരോപണമാണെന്നും അന്വേഷണ റിപ്പോർട്ട് 4 ദിവസത്തിനകം സർക്കാരിന് സമർപ്പിക്കുമെന്നും പ്രമീളാദേവി പറഞ്ഞു. ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഈ റിപ്പോർട്ട് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് എഴുതി തയ്യാറാക്കി റിപ്പോർട്ടായി സമർപ്പിക്കാൻ പറ്റുന്ന സമയം റിപ്പോർട്ടായി മുഖ്യമന്ത്രിക്ക് തന്നെ സമർപ്പിക്കുന്നതാണ്, എത്രയും പെട്ടെന്ന് തന്നെ. അതേസമയം കോളേജിനെതിരെ ഇപ്പോൾ നടക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമായ നടപടികളാണെന്ന് കോളേജ് അധികൃതർ വനിതാ കമ്മീഷൻ മുമ്പാകെ വിശദീകരണം നൽകി. നേരത്തെ സാങ്കേതിക സർവകലാശാല രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തെ തുടർന്ന് കോളേജിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ടി പി പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാമ്പാടി നെഹ്റു കോളേജിലെ വിദ്യാർത്ഥി ജിഷ്ണുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വ്യാപക പിഴവുകൾ വ്യക്തമാക്കി പുതിയ തെളിവുകൾ. പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ് റിപ്പോർട്ടുകൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ടെന്ന് തെളിയിക്കുന്ന ഫോട്ടോകളാണ് പുറത്തുവന്നത്. ഇത് സംബന്ധിച്ച് ആക്ഷേപങ്ങൾ ഇതോടെ ശക്തമാവുകയാണ്. ജിഷ്ണു പ്രണോയിയുടെ മൃതദേഹ പരിശോധനയുടെ ചിത്രങ്ങൾ പുറത്തുവന്നതോടെയാണ് പോസ്റ്റ്മോർട്ടത്തിനെതിരെ വ്യാപക പരാതികൾ ഉയരുന്നത്. ഇൻക്വസ്റ്റ് സമയത്ത് പോലീസ് എടുത്ത ചിത്രങ്ങളിൽ ജിഷ്ണുവിന്റെ കണ്ണുകൾ അടഞ്ഞിരിക്കുകയാണ്. എന്നാൽ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ണുകൾ പാതി തുറന്ന നിലയിലായിരുന്നുവെന്നാണ്. ഈ വൈരുദ്ധ്യങ്ങൾ കേസ് അട്ടിമറിക്കുന്ന ഭാഗമായാണെന്നാണ് ജിഷ്ണുവിന്റെ കുടുംബത്തിന്റെ പരാതി. ജിഷ്ണുവിന്റെ കഴുത്തിലും മൂക്കിലും ചുണ്ടുകളിലുമായി 4 മുറിവുകളെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. എന്നാൽ ഇൻക്വസ്റ്റ് സമയത്തെ ഫോട്ടോയിൽ കൈയിലും തുടകളിലും രക്തം കട്ടപിടിച്ചതുപോലുള്ള അടയാളങ്ങൾ കാണുന്നുണ്ട്. ഇത് മർദ്ദനമേറ്റതിന്റെ പാടുകളെന്നാണ് പരാതി. എന്നാൽ ഇത് മർദ്ദനമേറ്റല്ല, തൂങ്ങി മരിച്ചപ്പോൾ രക്തം കട്ടപിടിച്ചതാണെന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത തൃശൂർ മെഡിക്കൽ കോളേജിലെ PG ഡോക്ടറുടെ മൊഴി. ഇത് സംബന്ധിച്ച് നേരത്തെയുള്ള കുടുംബത്തിന്റെ പരാതിയിൽ DME അന്വേഷണം നടത്തുന്നുണ്ട്. ജിഷ്ണുവിന്റെ കുടുംബത്തിന്റെ മൊഴി അടുത്ത ദിവസം രേഖപ്പെടുത്താനിരിക്കെയാണ് പുതിയ തെളിവുകൾ പോസ്റ്റ്മോർട്ടത്തിലെ അപാകത സൂചിപ്പിച്ച് പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.